ഇന്ന് കുറച്ച് പഴുത്ത ചക്ക കിട്ടി. നോമ്പായതുകൊണ്ട് ഇത് വലിയ ചിലവില്ല. സോ ഞാൻ കരുതി ഇതിനെ വരട്ടിയെടുക്കാമെന്ന്. ചക്ക വരട്ടിയത് ഒരു നൊസ്റ്റാൾജിക് ഐറ്റമാണ് എനിക്ക്. പണ്ട് വീട്ടിൽ എൻ്റെ വാപ്പയുടെ ഉമ്മ ഇതുണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അത് ഒന്നൊന്നര പണിയാണ്. കുറേ ചക്ക എടുത്ത് ഉരുളിക്കകത്തിട്ട് കുറേ സമയം എടുത്ത് ചെയ്യുന്ന പ്രോസസ്സാണ്. ഇത് അതിൻ്റെ ഒരു സിമ്പിൾ വേർഷനാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഈ ചക്ക ചെറുതായി കട്ട് ചെയ്ത് ഒരു കുക്കറിലേക്ക് ഇടുക. ഇതിലേക്ക് കുറച്ച് ശർക്കര, ആവശ്യത്തിന് മധുരം നിങ്ങളുടെ ഇഷ്ടമാണ്, അതനുസരിച്ചുള്ള കുറച്ച് ശർക്കരയും ഇട്ട് ഒരു ഗ്ലാസ് വെള്ളവും ഒഴിച്ച് കുക്കറിലൊരു 3-4 വിസിലടുപ്പിച്ച് വേവിച്ചെടുക്കുക. എന്നിട്ട് ഇത് തണുത്തതിന് ശേഷം, തണുക്കണമെന്നില്ല, തണുത്തതിന് ശേഷം ഒരു ഉരുളിയിലേക്കോ ഫ്രൈങ് പാനിലേക്കോ ഒഴിച്ചിട്ട് സ്ലോ ഫ്ലെയിമിലിട്ട് ഇളക്കി എടുക്കുക. ഇത് ഇളക്കിയെടുക്കണം. നല്ല കൺസിസ്റ്റൻസി കൂടുതൽ നല്ല അലുവ പരുവാവണമെങ്കിൽ കുറേ നേരം ഇളക്കേണ്ടി വരും. ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ സിമ്മിലിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇളക്കും. എന്നിട്ട് ലാസ്റ്റ് കുറച്ച് നെയ്യ് ഒഴിച്ച് ഒന്ന് ഇളക്കി ഒന്ന് ആ പാനിൽ നിന്ന് നല്ലതായിട്ട് വിട്ട് വരുന്ന ഒരു പരുവാകുമ്പോഴത്തേക്ക് കുറച്ച് ഏലക്കാപ്പൊടി വിട്ടിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കും. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ചക്ക വരട്ടിയത് റെഡിയാവും. ചക്ക അലുവ പരുവാവത്തില്ല, ചക്ക വരട്ടിയ പരുവത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ അതുപോലെ നമുക്ക് ചക്ക വരട്ടിയത് നമുക്ക് ഇലയുടെ ഉണ്ടാക്കുമ്പോഴും കിണ്ണത്തപ്പം ഉണ്ടാക്കുമ്പോഴും തെരളിയപ്പം ഉണ്ടാക്കുമ്പോഴും ഒക്കെ അതിൻ്റെ കൂടെ ചേർക്കാൻ നല്ലതാണ്. ഇത് എത്ര നാൾ വേണമെങ്കിലും ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ചാൽ കേടാവാതിരിക്കും. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക്